യൂറോ കപ്പിൽ നാടകീയ വിജയത്തോടെയാണ് സ്പെയിൻ സെമി ഫൈനലിലേക്ക് മുന്നേറിയത്. ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നിശ്ചിത സമയത്ത് ഓരോ ഗോളടിച്ച് സമനിലയിൽ. ജർമ്മനിയുടെ സമനില ഗോൾ വന്നത് കളി തീരാൻ 1 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴായിരുന്നു. എക്സ്ട്രാ ടൈം അവസാനിക്കാൻ 1 മിനിറ്റ് ഉള്ളപ്പോഴായിരുന്നു സ്പെയിൻ്റെ വിജയ ഗോൾ. പകരക്കാരനായി ഇറങ്ങിയ മിഗേൽ മെറീനോ ആയിരുന്നു സ്കോറർ. ഡാനി ഓൾമോയുടെ പാസിൽ നിന്നും അതിമനോഹരമായ ഹെഡറിലൂടെയായിരുന്നു മെറീനോയുടെ ഗോൾ. വായുവിൽ ഉയർന്ന് കാലുകൾ വിടർത്തി പന്ത് തലകൊണ്ട് പോസ്റ്റിലേക്ക് ചെത്തിയിട്ടപ്പോൾ ജർമ്മനിക്ക് തിരിച്ചു വരാൻ പോലും സമയം ബാക്കിയില്ലായിരുന്നു. ഗോൾ നേടിയ ശേഷം മെറീനോയുടെ ഗോളാഘോഷമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ചർച്ചാ വിഷയം. ഗാലറിക്ക് നേരെ നെഞ്ചുവിരിച്ചു നിന്ന ശേഷം കോർണർ ഫ്ലാഗിന് വലം വെച്ചായിരുന്നു മെറീനോയുടെ സെലിബ്രേഷൻ. സ്പെയിനു വേണ്ടി 5ാം മത്സരത്തിനിറങ്ങിയ മെറീനോയുടെ ആദ്യ ഗോളായിരുന്നു ഇത്. റയൽ സോസിഡാഡ് താരമായ മെറീനോയുടെ ഈ ആഘോഷം കണ്ടപ്പോൾ പഴമക്കാരുടെ മനസ്സിലേക്ക് ഒരു ദൃശ്യം ഓടിയെത്തി. കൃത്യമായി പറഞ്ഞാൽ 33 വർഷം പിന്നിലുള്ള ദൃശ്യം. 1991 സ്റ്റുഗർട്ടിലെ ഇതേ വേദിയിൽ ഒസാസുന താരം ഏഞ്ചൽ മെറീനോ ഗോൾ നേടിയ ശേഷം ഇതുപോലെ കോർണർ ഫ്ലാഗിന് വലം വെച്ചിരുന്നു. ഇതേ ഏഞ്ചലിൻ്റെ മകനാണ് മിഗേൽ. സ്റ്റുഗർട്ടിനെതിരെ യുവേഫ കപ്പ് 2ാം പാദത്തിലായിരുന്നു ഏഞ്ചലിൻ്റെ ഗോളും ആഘോഷവും. 3 പതിറ്റാണ്ടിനപ്പുറം യൂറോ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ്റെ നിർണായക ഗോൾ നേടിയ ശേഷം മിഗേലിന് ഇതേ ഗോളാഘോഷം ഓർമ്മ വന്നു എന്നതും കൗതുകം. മാത്രമല്ല, തൻ്റെ അച്ഛന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം കൂടിയാണ് മിഗേൽ കളിക്കളത്തിൽ ഗോളിലൂടെയും ആഘോഷത്തിലൂടെയും കാഴ്ചവെച്ചത്. ഇതാവട്ടെ സ്പെയിനെ സെമിയിലേക്ക് നയിച്ച ശേഷവും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.